തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ നടന്ന രണ്ടാം ഘട്ട അംഗത്തിൻ്റെ ആദ്യം ഒരു ഘട്ട അംഗം നടന്നു, മേയർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ രണ്ടാം ഘട്ടമാണ് നടന്നത്. അതിൻ്റെ എന്താണ് അലയൊലികൾ ഇപ്പോഴും അങ്ങോട്ട് അടങ്ങുന്നില്ല. എല്ലാ വിഭാഗങ്ങളും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആരോപണങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അല്ല, എന്തൊക്കെയാണ് നമ്മുടെ ഈ ജനപ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്നത്? അതായത് ഒരു മിനി നിയമസഭയായിരുന്നു ഈ ശിവൻകുട്ടി നടത്തിയ ആ ഡെസ്കെ കയറി നമ്മുടെ ശുഷ്കാന്തി കാണിച്ചുകൊണ്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ ഒരു മിനി പതിപ്പാണ് ഇന്നലെ ഇവിടെ നടന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഒരാൾ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുന്നു, അവിടെ നിന്ന് ഒരാളെടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇങ്ങോട്ട്, ഒരു വനിതാ കൗൺസിലറാണ് അപ്പുറത്ത് നിന്ന് വേറൊരാളെടുത്ത്, അത് എനിക്ക് പുരുഷ കൗൺസിലറാണ്. ആദ്യം എനിക്ക് തോന്നുന്നു BJP കാരനെയാണ് ഈ ചൂടുവെള്ളമാണ്. അതായത് ജഗതിയുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ആരാമത്തിലേക്ക് എറിയണം, അപ്പൊ ഞാൻ ആരാമത്തിൽ നിന്ന് ആന്തൂറിയം പറിച്ച് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഇങ്ങനെ ആരാമവും അടുക്കളയും അവലോസുണ്ടയും ആന്തൂറിയും എല്ലാം കൂടെ ഇന്നലെ ഒത്തുചേർന്ന ഒരു ദിവസം. വളരെ വിചിത്രമായി തോന്നിയത് നമ്മുടെ ശബരിനാഥിന്റെ കാര്യമാണ്. അദ്ദേഹം കുറച്ചാലെങ്കിലും ഞങ്ങളുടെ MLA ആയിരുന്ന ഒരാളാണ്. MLA ആയിരുന്ന ഒരാള് അദ്ദേഹം നിയന്ത്രണം വിട്ട് പെരുമാറും പറയും തോന്നിയിട്ടുണ്ടോ? അല്ലാതെ അദ്ദേഹം പ്രകോപിതനാവുകയും ബഹളം വയ്ക്കുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഇതിനകത്ത് എന്താ കോൺഗ്രസിനാണ് ഇതിനകത്ത് അജണ്ട കൂടുതൽ എന്ന് തോന്നുന്നു. CPM അടിയിലില്ലായിരുന്നു അവർ. അല്ല, അത് എന്താണ് കോൺഗ്രസ് ഇത്തരം ഒരു അജണ്ടയുമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, BJPയുടെ ഭരണം നേരായ വഴിക്കാണ് പോകുന്നത്. അതെ, ഈ നേരായ വഴിക്ക് പോകുന്ന ഭരണത്തെ അട്ടിമറിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് രണ്ടു കൂട്ടർക്കും നിലനിൽപ്പുള്ളൂ. പക്ഷെ അതിന് CPM ആണ് രംഗത്തിറങ്ങേണ്ടത്. ഇവിടെ കോൺഗ്രസ് BJP ബി രാജേഷ് മേയറായിട്ടുള്ള ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM നേതാക്കന്മാർ കൊടുക്കും. കോൺഗ്രസ്സുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അവർ ഭരിച്ചത് എന്നോ ജാമ്പാന്റെ കാലത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ കോൺഗ്രസ് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആലോചിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു പക്ഷേ ശബരിനാഥിന് മോഹം വന്നാണ് ഈ മേയറാവണം. കാര്യം MLA ആയിരുന്ന ഒരാളാണ്, ഇപ്പോൾ വെറും കൗൺസിലറാണ്. അസംബ്ലിയിൽ മത്സരിച്ച് നേമത്ത് അവിടെയും തോറ്റുപോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എല്ലാവരും മന്ത്രിയും MLA ഒക്കെ MP ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ആ കൂട്ടത്തിലൊരു കൗൺസിലർ. ശബരിനാഥനാണ് ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങിക്കൊണ്ട് കൂട്ടുന്നത്. കാരണം BJPയുടെ സൈബർ കാൻഡിലുകൾ ശക്തമാണ്. അവർ ശബരിനാഥനെ എടുത്തിട്ട് അലക്കാണ്. കാരണം അദ്ദേഹം കുറെ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നലെ കാണുമ്പോൾ അറിയാം, അതിനകത്ത് ആ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളുടെ ഷർട്ട് വലിച്ച് കീറുന്ന പടം ഇന്ന് മനോരമയുടെ 1-ാം പേജ് ഉണ്ട്. മാത്രമല്ല ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന ഒരു വനിതാ കൗൺസിൽ വെള്ളം ഒഴിക്കുന്നതിന്റെ പടം വന്നിട്ടുണ്ട്. അത് ഈ വെള്ളം ഒഴിക്കലും ഈ പറയുന്ന തമ്മിലടിയും അടിപിടിയും കടിപിടിയും എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. 600 അജണ്ട എങ്ങാണ്ട് പാസ്സാക്കി. അതെ, ഒരു ഘട്ടമുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ അജണ്ടയും ഒറ്റയടിക്ക് അവർ പാസ്സാക്കി വിട്ടു. ഇതിനകത്ത് ഈ അജണ്ട പാസ്സാക്കിയതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായി. ഇവർ ഈ ആവശ്യമില്ലാതെ ഈ ഹാജർ ബുക്കിന് പിടിച്ചതാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസിന് എണ്ണം കുറവല്ലേ, 19 പേരല്ലേ ഉള്ളൂ. ഫലത്തിലോ 20 എന്ന് പറയുമ്പോൾ ഒരാൾ കോൺഗ്രസ് മൂന്നിനും കൂടെ ആയിരുന്നു. അതെ, അവരുടെ ഈ ഇതിനകത്ത് ഈ ഹാജർ ബുക്കിൽ BJP ക്രമക്കേട് കാണിക്കുമെന്നാണ്. അതെങ്ങനെ ക്രമക്കേട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഇപ്പം ജയിലിൽ കിടക്കുകയാണ് സുഗതൻ വാഴാട്ടുകോണത്തെ കൗൺസിലർ. ഈ സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ഹാജർ ബുക്കിനകത്ത് കൃത്രിമം കാണിക്കുമെന്നാണ് ഇവരുടെ ആരോപണം. ഇന്നലെ എന്തായാലും ജീവനക്കാരൻ്റെ ഒരു ബൈറ്റ് കണ്ടിരുന്നത് എവിടെയോ, അയാൾ പറഞ്ഞ ഞാൻ കൊണ്ട് കൊടുത്തവർ തിരിച്ചെന്നില്ല എന്നാണ്. പിന്നെ കോൺഗ്രസ്സുകാർ വാങ്ങിയിട്ട് അവർ കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നാണ്. ഒപ്പിടാൻ ശ്രമിച്ചപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇതിനകത്തുനിന്ന് സുഗതൻ പങ്കെടുത്ത നേരത്തെ പേജ് വലിച്ചു കീറാൻ വേണ്ടി അതാണ് സത്യത്തിൽ സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെങ്കിലും സുഗതന്റെ ഒപ്പ് ഇതിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഇവർ പറയുന്നത് ഇത് BJPയുടെ കയ്യിലിരുന്ന സുഗതന്റെ ഒപ്പ് ഇവർ രേഖപ്പെടുത്തും. അതായത് അയാൾക്ക് അജണ്ട ഇഷ്യൂ ചെയ്തിട്ടില്ല. അയാൾക്ക് അജണ്ട ഇഷ്യൂ ചെയ്യണമെങ്കിൽ അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു കാണുമായിരിക്കാം. ഇത് അയാൾ കണ്ടിട്ടില്ല, അയാൾക്ക് അജണ്ട ഇഷ്യൂ ചെയ്തില്ല. പിന്നെ അയാൾ ജയിലിൽ കിടക്കുകയാണെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ. പിന്നെ അങ്ങനെ അയാൾ വന്നു, അയാൾ തിരിച്ചു വന്നിട്ട് ഒപ്പിടാൻ സർക്കാർ ഓഫീസർ. അതെ, അടുത്ത സത്യപ്രതിജ്ഞ പെൻഡിങ്. സാധാരണ സർക്കാർ ഓഫീസിൽ 3-4 ദിവസം വരാതിരുന്ന് ഒന്നിച്ച് പോയിട്ട് ഒപ്പിടുന്ന പരിപാടി. അതുപോലെ ഈ പറയുന്ന പരിപാടി ഇവിടെ എങ്ങനെയാണ് നടക്കുക? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ ലക്ഷ്യം എന്താണ്? ഈ ഭരണം അട്ടിമറിക്കുക എന്നുള്ളതാണ്. അട്ടിമറിച്ച് പിന്നെ ആര് ഭരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ 19 പേരെ വെച്ചുകൊണ്ട് എങ്ങനെ ഭരിക്കും? CPM ആളുണ്ടെന്ന് പറയാം, CPM കോൺഗ്രസ് ഒരുമിച്ച് ഭരിക്കും? ഒരിക്കലും ഭരിക്കാൻ പോകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഭരണമൊക്കെ കിട്ടി നല്ല ഗ്ലാമറിൽ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അത് ഒരുപക്ഷെ ശബരിനാഥൻ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അവിടെ കുറച്ചാളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അറിയത്തില്ലല്ലോ, അതാണ് കാര്യം. ഇവരുദ്ദേശിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആരും ഭൂരിപക്ഷം ഇല്ലാവെന്ന് ഭരിക്കാൻ പറ്റാമെന്ന് ഇതിനെ പിരിച്ചുവിട്ടിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ്.
അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തി കഴിയുമ്പോൾ ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന്റെ പിന്നാലെ ആയതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസിന് അങ്ങ് അധികാരത്തിൽ കയറാമെന്നായിരിക്കും ഇവരുടെ വിചാരം. അത് എവിടെ നടക്കാൻ പോണത്? അത് ഒരിക്കലും ഉപതെരഞ്ഞെടുപ്പ് ഒന്നും നടക്കാത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ ഭരണസമിതി പിരിച്ചുവിടാൻ അത്ര മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലിയിലും ഒക്കെ ജയിച്ചെന്നുണ്ട് പിണറായിയുടെ കയ്യിരിപ്പുണ്ട്. കോൺഗ്രസ്സുകാർ ഇറങ്ങി പണിയെടുത്തോണ്ടെന്നല്ല ജയിച്ചത്. ഒന്നുമല്ല. ഇപ്പൊ കോൺഗ്രസ്സുകാരുടെയൊക്കെ ഈ നടപ്പും ഈ കതറിട്ടുകൊണ്ടുള്ള നിപ്പും നെഞ്ചു വിരിച്ചുള്ള നടപ്പും ഞങ്ങളൊക്കെ ഇവിടെ ഭയങ്കര അധ്വാനിച്ചിട്ടുള്ള ആണെന്നാണ് അങ്ങനെ തോന്നൂ. ഞങ്ങൾ ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ട് വന്നതാണ്. ഒന്നുമല്ല, ആകെ പാടെ ഇതിനകത്ത് അധ്വാനിച്ച വി.ഡി. സതീശൻ മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരാളും അധ്വാനിച്ചിട്ടില്ല. ഈ അധ്വാനിച്ച ഡ്രസ്സ് ഉടയാതെ മുഖ്യമന്ത്രിയാകാൻ വന്ന എത്ര പേരുണ്ട്? ഒരു പണിയും ചെയ്യാതെ മുഖ്യമന്ത്രിയാകാൻ വന്നവരും ഉണ്ട്, ഇല്ലേ? അതെ. മാത്രമല്ല, ഈ ഇന്നലെ ഇവിടെ പ്രമേയങ്ങൾ പലതും വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നഗര വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണി എന്തൊക്കെയുണ്ട്, ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണെന്നല്ല ശരിക്കും അവിടെ ഈ പ്രമേയങ്ങളൊക്കെ വന്നത്. അതെ, ഇതെല്ലാം ഒറ്റയടിക്ക് പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രകടനം കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവര് ഈ ഒരു സ്ഥാപിത താല്പര്യത്തോട് തന്നെയാണ് മൊത്തം കുളമാക്കണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് വന്നതെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇവിടെ ഇവർ എണ്ണത്തിൽ കുറവില്ലേ? ഇനി അടിക്കാറിങ്ങിയാൽ പോലും ഇവർ കുറച്ച് പേരല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. മറ്റവരല്ലേ എണ്ണത്തിൽ കൂടുതലുള്ളത്. അല്ല, ആലോചിച്ച കഴിഞ്ഞ ദിവസം ഒരാവശ്യമില്ലാതെ ഒരു ബഹളം അവിടെ ഉണ്ട്. 2-3 സ്ത്രീ മെമ്പർമാരെ നിലക്കണ്ടില്ല, വീൽ ചെയറിൽ സിന്ധു ശശി എന്ന് പറയുന്ന CPM മെമ്പർ, അവർക്ക് നല്ല പരിക്കാണ്. അതെ, അവരുടെ മുഖം മൊത്തം കവർ ചെയ്ത്, പെടലി ഉൾപ്പെടെ കവർ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അതുപോലെ വി രാജേഷിന്റെ കാല് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോവുകയുണ്ടായി. എന്താണ് പക്ഷേ നിങ്ങളാരും വിചാരിക്കുന്നതല്ല, ഈ രാജേഷിനെ ഒതുക്കാനാണ് ഇവർ ശ്രമം. നടക്കത്തില്ല. അല്ല, അതാണ് പ്രശ്നം സംഭവിച്ചത്. ഇന്നലെ ഈ പിന്നെ ഇവർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു ശബരി ആ സംഭവം. പക്ഷേ അത് ചീറ്റി പോയി. കാരണം CPM പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്പൂപ്പൻ ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ ജോയി പറഞ്ഞ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൂപ്പന് ഇറക്കി വേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ജോയിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ജോയി പറ്റില്ല എന്ന് പറഞ്ഞു. അത് നടന്നില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ CPM നേരത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് ഭയം കാണും. കാര്യം പിണറായിയുടെ ED ഇപ്പോഴവിടെ നിൽപ്പുണ്ട്. ഈ വെറുതെ BJP ചൊറിയാൻ പോണ്ട എന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ ആ പാർട്ടിയിൽ വിവരമുള്ള ആരെങ്കിലും കാര്യം പറഞ്ഞാണ് ഇത് അബദ്ധം തലവയ്ക്കാൻ പോകുന്നതെന്നുള്ള. അതിനൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഈ നമ്മളിത് മനസ്സിലാക്കിയെടുത്തോളൂ, ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ്. അത് തലസ്ഥാനം ഇവരെ തെരഞ്ഞെടുത്ത ജനങ്ങളാണ് ഇപ്പൊ നാണം കെട്ടിരിക്കുന്നത്. കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷനിൽ ഒന്നാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ വർഷം മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിക്കപ്പെടുകയും വളരെ പ്രമുഖരായ ആളുകൾ അവിടെ മേയറും പദവിയൊക്കെ വഹിച്ചിരുന്ന ഒരു സഭയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യമാണ് BJPക്ക് ഇപ്പോൾ ഒരു മേയർ സ്ഥാനം കിട്ടുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ശ്രമിക്കേണ്ട. അവനവന്റെ വാർഡുകളിൽ പോയി പണിയെടുത്തിട്ട് അടുത്ത ഇലക്ഷന് തിരിച്ചേരാനുള്ള വഴിയുണ്ടോ നോക്കാം. അതിനാണ് ഇവർ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു വിമത കൗൺസിലർ ഉണ്ടല്ലോ, അയാള് ഇവരുടെ നീക്കത്തിന് അനുകൂലമില്ല. എന്താണെങ്കിലും ശരി, ജനപ്രതിനിധികളുടെ ഒരു നാടകമാണ് ഇവിടെ നടക്കുന്നത്. ചുമ്മാ ഒരു കാര്യമില്ലാതെ കയറി ചൊറിയുക, എന്നിട്ട് അടിയുണ്ടാക്കുക, എന്നിട്ട് പരിക്കേറ്റെന്നും പറഞ്ഞ് BJPക്കാർക്കെതിരെ പരാതി കൊടുക്കുക, പോലീസ് ചെല്ലുക, പോലീസ് അപ്പോൾ തന്നെ കേസെടുക്കുകയാണ്. കാരണം ഭരണം ഇപ്പോൾ അവരുടെ കയ്യിലാണ്. ഇപ്പൊ അവിടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നു, അവർ പരാതി കൊടുക്കുന്നു, അപ്പോഴേ കേസെടുക്കുന്നു. സ്ത്രീകളെ കയ്യേറ്റം ചെയ്തതിന് കേസെടുക്കുന്നു. സ്ത്രീകൾ കയ്യേറ്റം ചെയ്തതിന് ഒരു കേസുമില്ല. അതാണ് സ്ത്രീ വെള്ളം കോരി ഒഴിക്കുന്നത് തല്ല് നമ്മൾ കണ്ടല്ലോ. ചൂടുവെള്ളം കോരി ഒഴിക്കുന്നത്, ഷാർട്ട് വലിയ ക്രൂരമായ ആക്രമണമല്ലേ വെള്ളം. ഇനിയിപ്പം പോലീസിന് ഇതിനകത്തേക്ക് കയറേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. മാത്രമല്ല, ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനം കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ല. ഇത് ലൈവ് ആയിരുന്നു ഇന്നലെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പ്രാദേശിക കോർപ്പറേഷനാണ്, തലസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ, അല്ലാതെ നിയമസഭയല്ല. അവിടെയാണ് ഈ അടിയും പിടിയും നടക്കുന്നത്. അത് പച്ച കണ്ണൊഴിക്കുക. നിങ്ങൾക്ക് ആരോട് കള്ളം പറയാൻ പറ്റും? അടുത്ത തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ആരോട് കള്ളം പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം, നിയമസഭയിൽ അക്രമം നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തവന്മാരാ മാധ്യമങ്ങൾ തെറ്റായ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞവന്മാര്. സഭാ TV ലൈവായിട്ട് പോയ സാധനമാണ്. ശിവൻകുട്ടി മേശപ്പുറത്തൂടെ മൈക്കും ഒക്കെ പിടിച്ച് പ്രതികാരദാഹിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. കസേര മറിച്ചിടുന്നു, സ്പീക്കറിന്റെ കസേര ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കൈ. അതിനിടയ്ക്ക് ശിവദാസൻ നായരും വേറെ ആരാണ് ഇവിടെ കൂടി പെണ്ണുങ്ങളെ പിടിക്കുന്ന ഒരു വലിയ വിഷയം ഉണ്ടായി. കടിക്കുന്നു, ആട്ടിക്കുന്നു, പിടിക്കുന്നു, ബഹളം എന്തൊക്കെയായിരുന്നു. ശിവദാസൻ നായർക്കൊക്കെ അടി കിട്ടി. അന്ന് ഞങ്ങൾ ഇദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, സാറ് പെണ്ണുങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി നിങ്ങൾ കണ്ടോ? അത് കണ്ടായിരുന്നു. കണ്ട് എനിക്കായിട്ട് അടി കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ എതിരെ വളരെ മോശമായ രീതിയിൽ അന്നൊരു പ്രചാരണം നടത്തിയുണ്ടായി. അപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലേക്കാണ് അന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇതും അത് തന്നെയാണ്. ആ ഒരു രീതിയിലെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞൊരു സാധനം ഈ ശബരിനാഥനെ പോലുള്ള ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അത് സത്യമാണ്. ആരും എഴുതിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ, താങ്കൾ G. കാർത്തികേയന്റെ പിൻഗാമിയാണ് ഓർക്കുക, B. ശിവൻകുട്ടിയുടെ പിൻഗാമി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഈ ആ കോർപ്പറേഷനിൽ ഈ വേളം നടക്കുന്നത് കാണുമ്പോഴേ
ശിവൻകുട്ടി പണ്ട് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആളാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇടപെടണമെന്നാണ് നല്ലത്, അല്ലെ പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണം ചെയ്യും. ഉറപ്പ്.